Watch full episodes on Jio Hotstar. എല്ലാരും വരൂ, നല്ല ഫ്രഷ് ആയ ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് പോകൂ. ഇത് വസൂലിയുടെ ഇമ്പോർട്ടഡ് ക്യാരറ്റ് ആണ്. ഇത് കഴിച്ചാൽ എല്ലാവരും നല്ല ഹെൽത്തി ആണ്, ഫിറ്റ് ആയി മാറും. വരൂ വരൂ, എല്ലാവരും വരൂ. ഇതെന്താ വസൂലി ബായ്, നിങ്ങൾ ബിസിനസ് വിട്ട് പച്ചക്കറി വിൽക്കാൻ തുടങ്ങിയോ? എക്സ്ക്യൂസ് മീ, ഇത് നീ വിചാരിക്കുന്ന പോലെ സാധാരണ പച്ചക്കറി ഒന്നുമല്ല. ഇമ്പോർട്ടഡ് ക്യാരറ്റ് ആണ്. അമേരിക്ക, ജപ്പാൻ, ആഫ്രിക്ക, ലണ്ടൻ, പിന്നെ ഇത് ഞാൻ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കൊള്ളാലടാ ഗോപു, ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോടാ. എങ്കി വാ, ഓരോന്നായി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ നിക്ക് 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 നിക്ക്, ആദ്യം കാശ് എടുക്ക, കാശ്, എന്നിട്ട് ക്യാരറ്റ് തിന്നാ മതി. സോറി വസൂലി ബായ്, സോറി. ഞങ്ങളുടെ കാശ് മൊത്തം ലക്ഷ്മണന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വന്നു. നീ ഇപ്പൊ എവിടെയാ? എനിക്കിപ്പോ ഒന്നും തെളിച്ച് കാണാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ക്യാരറ്റ് കഴിച്ചാലേ അവന്റെ കാഴ്ച അവന് തിരിച്ചു കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലി ക്യാരറ്റ്സ്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നീ ഒരു കാരണവശാലും ടെൻഷൻ ആവണ്ട ലക്ഷ്മണ. എത്ര ക്യാരറ്റ് വേണമെങ്കിലും നിനക്ക് തിന്നാം. അമേരിക്ക, ആഫ്രിക്കൻ, ചൈന, ജപ്പാൻ, ഇതെല്ലാം കൊണ്ടുപോയിക്കോളൂ. തീർന്നു പോവാണെങ്കിൽ വീണ്ടും ഒന്ന് വാങ്ങിച്ചോളൂ. മഞ്ഞ കളർ കൂടെ ഇട്ട് തരുവോ? പിന്നെയാ ഓറഞ്ചും കൂടെ ഇട്ടൊക്കെ. ഇതാ പിടിച്ചോളൂ, എല്ലാം നിനക്ക് ഫ്രീ ആണ്. ആഹാ, കേരറ്റോ? എന്റെ കൊച്ചുമോൻ ഇത് വളരെ ഇഷ്ടാണ്. എടോ, 1 കിലോ എന്താ വില? 1 കിലോയ്ക്ക് 500 രൂപ. 500 രൂപയോ 1 കിലോക്ക്? അതെ മാഡം, ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ക്യാരറ്റ് ആണ്. ഞാൻ തന്നോട് അമേരിക്കയിൽ പോയി ക്യാരറ്റ് കൊണ്ടുവരാൻ പറഞ്ഞോളൂ. എന്താ ക്യാരറ്റ് ഇവിടെ നിന്ന് കിട്ടാനില്ലേ? അതോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതോ? പകൽ കൊള്ള അടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കാണ്. അതെ മാഡം, നിങ്ങൾ ക്യാരറ്റ് ഫ്രീ ആയിട്ട് എടുത്തിട്ട് വെക്കോളൂ. എനിക്ക് എന്തിനാടാ ഫ്രീ? എനിക്ക് എന്താ കാശ് കൊടുത്താൽ വാങ്ങാൻ കഴിയില്ലേ? നമ്മളിന്ന് സ്ഥലപ്പെടുന്ന നല്ലത് ഗോപു. ലെറ്റ്സ് ഗോ ഗോപു. Pets not allowed. ഇതേതാ പുതിയ നാടകം? നാടകമൊന്നുമല്ല, അലർജിയാണ്. അതാ നമ്മുടെ പ്രിൻസിപ്പൽ സാറിന് പെറ്റ് അനിമൽസ് അലർജിയാണ്. പാവം, അദ്ദേഹം തുമ്മി തുമ്മി തളർന്ന് അവശനായിരിക്കുകയാണ്. അതാണ് പ്രശ്നമെങ്കില് നമ്മുടെ ഹോസ്റ്റലിൽ പെറ്റ്സ് മാത്രമല്ല, പെറ്റ്സിന്റെ ഫോട്ടോ പോലും കൊണ്ടുവരാൻ സമ്മതിക്കരുത്. റൈറ്റ് ഗോപു. പാവം നമ്മുടെ പ്രിൻസിപ്പൽ സാറ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്രഷ് ആയിട്ടൊരു ക്യാരറ്റ് ജ്യൂസ് എടുത്ത് കൊടുത്തേക്കാം. ഹി വിൽ ഫീൽ ബെറ്റർ ഗോപു. ശരി, വേഗം വാ, നമുക്ക് പോകാം. നമ്മൾ എത്തിക്കഴിഞ്ഞോ? ഇപ്പൊ തന്നെ ഫ്രഷ് ക്യാരറ്റ് ജ്യൂസ് റെഡിയാക്കിയേക്കാം. ഫ്രഷ് ക്യാരറ്റ് ജ്യൂസ്. റാബിറ്റോ? ഗോപു ഗോപു റാബിറ്റ്. ഗോപു, ഇനി നമ്മൾ ഇവൻ എന്താ ചെയ്യണ്ടേ ഗോപു? ഹോസ്റ്റലിൽ പെറ്റ് ആനിമൽസ് അലൗഡ് അല്ലല്ലോ. വേഗം സ്ഥലം വിട്, അല്ലെങ്കിൽ പപ്പ ഇതൊക്കെ കാണാം. ഒന്ന് വേഗം വാ ഗോപു. ഈ ഗോപാലും ലക്ഷ്മണും ഇത്ര പേടിച്ച് എങ്ങോട്ടായി ഓടുന്നത്? ലക്ഷ്മൺ, തീർച്ചയായിട്ടും എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യമുണ്ടാകും. വാ, നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വരും. ചേടാ, നോട്ടി റാബിറ്റിന്റെ കയ്യിൽ നിന്ന് എടുത്ത് ചാടി പോയല്ലോടാ. ഇതിനിപ്പോ ഞാൻ എങ്ങനെ പിടിക്കുക? പപ്പി ഇന്നാ പോസ്റ്റർ അടിച്ചിരിക്കുന്നത്. ഹോസ്റ്റലിൽ പെറ്റ്സ് അലൗഡ് അല്ലെന്നത്. ഇന്ന് തന്നെ ഇവന്മാരെ ഒരു പെറ്റിനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഇവന്മാര് 2 പേരും ശരിക്കും കുടുങ്ങിപ്പോവും. ഒരു വഴിക്കാക്കും ഞാൻ. നമുക്ക് നേരെ ചെന്ന് പ്രിൻസിപ്പൽ സാറോട് കംപ്ലൈന്റ് ചെയ്തേക്കാം. നോ 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 നോ, നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. നമുക്ക് അദ്ദേഹത്തെ ഗോപുവിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ലൈവ് പ്രൂഫ് കാണിച്ചേക്കാം. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് സാറിങ് എത്തിയല്ലോ. എന്തൊരു ടൈമിംഗ് ആണ്! പ്രിൻസിപ്പൽ സാറിന്റെ ഈ സഡൻ എൻട്രി, അതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഗുഡ് മോർണിംഗ് സാർ. എന്റെ കൂട്ടുകാരൻ ഗോപാൽ പനി പിടിച്ച് കിടപ്പിലാണ് സാറേ. താങ്കൾ ഒരു പ്രാവശ്യം അവനെ വന്നൊന്ന് കാണണം സാറേ.
എന്ത് ഗോപാലിന് ഹൈ ഫീവർ ആണെന്നോ? ആരും എന്നോട് ആ കാര്യം പറയാത്തത് എന്താ? ശരി, വേഗം പോ, നമുക്ക് അവന്റെ റൂമിലേക്ക് ചെല്ലാം. പിടിച്ചു. പെട്ടെന്ന് ഈ റാബിറ്റിനെ നമുക്ക് ഹോസ്റ്റലിൽ പുറത്താക്കിയിട്ട് വന്നേക്കാം. പെട്ടെന്ന് ഏയ്, ഗോപാൽ, നീ അകത്തുണ്ടോ? നീ ഇപ്പൊ പനി പിടിച്ചു കിടക്കാണെന്ന് ഞാൻ കേട്ടല്ലോ. അയ്യോ പ്രിൻസിപ്പൽ സാർ. ഗോപു, വാതിലൊന്ന് തുറക്കു ഗോപു. പ്രിൻസിപ്പൽ സാർ നിന്നെ കാണാൻ വന്നിരിക്കുകയാടാ ഗോപു. ഗോപു റാബിറ്റിനെ പിടിച്ചോണ്ട ബെഡിൽ പോയി കിടന്നോ ഗോപു. ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. സാർ, എനിക്ക് തോന്നുന്നു ഗോപുവിന്റെ ഹെൽത്ത് വളരെ മോശമാണെന്നാണ്. അവൻ എഴുന്നേറ്റ് വന്ന് വാതിൽ പോലും തുറക്കാൻ പറ്റുന്നില്ല സാറേ. നമുക്ക് എത്രയും പെട്ടെന്ന് അകത്തേക്ക് പോയേ പറ്റൂ സാറേ. ഇപ്പൊ തന്നെ വാല് തല്ലി പൊളിക്കാം സാറേ. വാല് തല്ലി പൊളിക്ക്. ഗോപാൽ, നിനക്ക് എന്താ പറ്റിയത്? ഞാനൊരു കാര്യം കേട്ടു, നീ പനി പിടിച്ച് കിടക്കാണെന്ന് കേട്ടിരുന്നല്ലോ. അതെ സാറേ, ഗോപുവിന് ഭയങ്കര പനിയാണ് സാറേ. അതുകൊണ്ട് അവൻ ബ്ലാങ്കറ്റ് മൂടി പുറച്ചുറങ്ങുവാണ്. ഇവന്റെ അഭിനയം കണ്ടില്ലേ, ബ്ലാങ്കറ്റ് മുറച്ച് കിടന്നോണ്ട്. പക്ഷെ ആ റാബിറ്റ് എവിടെ പോയി? കാണുന്നില്ലല്ലോ അതിനെ. ആഹാ, ക്യാരറ്റ്. ഇപ്പൊ എങ്ങനെ റാബിറ്റിനെ പുറത്തു കൊണ്ടുവരുന്ന കാണിച്ചു തരാം. നോക്കിക്കോ, എല്ലാരും കണ്ടോളൂ. റാബിറ്റ്, എന്റെ പൊന്നു പണിയല്ലേ, കം ഔട്ട് റാബിറ്റ്. നീ എവിടെയാടാ പതുങ്ങിയിരിക്കുന്നത്? വരൂ, ക്യാരറ്റ് കഴിക്കൂ. വരൂ റാബിറ്റ്, കമോൺ കമോൺ, ഫ്രഷ് ക്യാരറ്റ്. എന്താ പറ്റിയത് ഗോപാൽ? എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല സാറേ. ഈഷ്, ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. ഗോപാൽ, നിന്റെ വയറ് വളരെ സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അല്ല സാറേ, ഗോപു രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല സാറേ. അതുകൊണ്ടാ അവന്റെ വയർ ഇങ്ങനെ സോഫ്റ്റ് പോലായത്. സോഫ്റ്റോ? ആഹാ, അത് ശരി. അപ്പൊ അവൻ റാബിറ്റിനെ പുതപ്പിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സാറേ സാറേ, ഒന്ന് മാറിക്കണം സാറേ, ഞാനും ചെക്ക് ചെയ്തോട്ടെ. ഗോപുവിന്റെ ആ സോഫ്റ്റ് വയറ്. വേണ്ട സാർ, അവന്റെ മേത്തുനിന്ന് ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റരുത് സാർ. മാറ്റിയാലേ പറ്റൂ. വിടില്ല. എന്നാ ശരി, എന്നാ പിടിച്ചോ, വിട്ടേക്കാം. ചേട്ടാ, എന്താ പറ്റിയത്? ആദ്യം ഈ ബ്ലാങ്കറ്റ് എന്റെ അടുത്ത് മാറ്റ്. ഒരു പക്ഷേ ഇവിടെ അടുത്തെവിടെയെങ്കിലും പെറ്റ് അനിമൽസ് ഉണ്ടോ? പെറ്റ് ആനിമൽ എനർജി കാരണം സാറിന് തുമ്മൽ വരുന്നുണ്ട്. സാർ, പെറ്റൊന്നുമില്ല, എന്റെ വയറ്. എനിക്ക് തോന്നുന്നത് എന്റെ ഇൻഫെക്ഷൻ സാറിനും പകർന്നാ തോന്നുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാർ ഇവിടുന്ന് സ്ഥലം വിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ കാരണം സാറിനും പനി പിടിക്കും സാർ. ഗോ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. അതുപോലെ നീയും ക്ലാസ്സിലേക്കൊന്ന് പോകരുത്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. ചേടാ, ഇതെന്താ? പ്രിൻസിപ്പൽ സാറിന് വീണ്ടും അലർജി തുടങ്ങിയോ? എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ പെറ്റ് അനിമൽസിൽ ആരോ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. പക്ഷേ ഇത്തരം റൂൾസ് ബ്രേക്ക് ചെയ്യാൻ ആർക്കാണ് ഇത്ര ധൈര്യം വന്നത്? നീ എന്നെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? പുറത്തിറക്കി വിട്. നീ ഉണ്ടല്ലോ, ആദ്യം ഇവിടെ സ്ഥലം വിടാൻ. എടാ, ഞങ്ങളെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇറങ്ങിപ്പോടാ. ഞങ്ങൾ ഇവിടുന്ന് പോകണമെങ്കിലേ ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യണം. നീ ഈ റൂമിനകത്തൊരു പെറ്റ് റാബിറ്റ് വെച്ചിട്ട് ഞങ്ങൾ പ്രൂവ് ചെയ്യടാ. പെറ്റ് റാബിറ്റോ? ആ, കിട്ടിപ്പോയി. എനിക്ക് പ്രൂഫ് കിട്ടിപ്പോയി. ഇപ്പൊ ഞാൻ നേരെ ചെന്ന് പ്രിൻസിപ്പൽ സാറിനോട് ഇതൊക്കെ അങ്ങനെ പറയും. അതായത് നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഒരു പെറ്റ് അനിമൽസിനെ ഹോസ്റ്റലിനെത്തി കൊണ്ടുവന്ന് ഞാൻ ചെന്ന് പറയും. ഇനി എത്രയും പെട്ടെന്ന് മാധവൻ സ്കൂളിൽ നിന്ന് ഡോ പപ്പി, ഈ റാബിറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ ഗോപുവാണ്.
മാധവനും ഗോപാലനും അവർക്ക് രണ്ടുപേർക്കും എതിരായിട്ട് എനിക്കൊരു പ്രൂഫ് ഇട്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് ജാക്ക്പോട്ട് അടിച്ചിരിക്കുകയാണ്. ഒന്ന് മാത്രമല്ല, ഇന്ന് രണ്ട് പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫോട്ടോയിലുള്ള പ്രൂഫ്, പിന്നെ ഈ മറ്റൊന്ന് ഒറിജിനൽ പെറ്റ് അനിമൽ പ്രൂഫ്. ഞാനൊന്ന് നോക്കട്ടെ ഇന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നത്, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ സ്മാർട്ട് ഫോൺ എടുത്തിട്ടൊന്ന് എങ്ങോട്ടാ ഓടുന്നത്? നിൽക്കാനവിടെ എന്റെ പ്രൂഫ് നിക്ക് പെണ്ണി. നമുക്ക് ഒന്നിച്ചൊന്ന് പ്രൂഫ് സാറിനെ കാണിക്കാം. നീ ഒറ്റയ്ക്ക് എവിടെയാ ഓടുന്നത്? ഒരുവിധം രക്ഷപ്പെട്ടു. ഇപ്പൊ റാബിറ്റും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ലക്കി പറയുന്നതേ പ്രശ്നം ഇനി തീർന്നിട്ടില്ലെന്നാ. പ്രശ്നം വലുതായിരിക്കുകയാണെന്ന്. ഒരു പക്ഷെ ആ പ്രൂഫ് പപ്പിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അത് കൊണ്ടുപോയി പ്രിൻസിപ്പൽ സാറിനെ കാണിക്കും. അങ്ങനെ സംഭവിച്ചാൽ പ്രിൻസിപ്പൽ സാർ എല്ലാവരെയും ഇവിടുന്ന് പിരിച്ചു വിടും. സാധനം കിട്ടാൻ പാടില്ല. സാർ, നിങ്ങൾ എവിടെയെങ്കിലും എന്റെ ബണ്ണി മോനെ കണ്ടായിരുന്നോ? എന്റെ പൊന്നു മോനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ ചക്കര കുട്ടി. കിട്ടിപ്പോയി, പ്രൂഫ് കിട്ടിപ്പോയി. എടാ അവൻ എന്റെ മോനാ. മര്യാദയ്ക്ക് അതിനെ തിരിച്ചു തന്നേക്ക്. ഇത് നിന്റെ മോനാണെന്നോ? ഇപ്പൊ ഇവൻ എന്റെ പ്രൂഫാണ്. ഞാൻ ഇതൊരു കാരണവശാലും ഒരാൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. പപ്പി എവിടെയാ? എവിടെയാണ് പപ്പി? എന്റെ അമ്മച്ചിയെ, ദയവ് ചെയ്ത് എന്റെ മൊബൈലും കൂടി ഒന്ന് തിരിച്ചു തന്നേക്ക്. ബണ്ണിമോനെ, ആ പേട്ടക്കാച്ചി മൊബൈൽ അങ്ങോട്ട് വലിച്ചെറിഞ്ഞേക്ക്. ഗുഡ് ബോയ്. ഇന്ന പിടിച്ചോ നിന്റെ ഒരു മൊബൈല്. അവസാനം എന്റെ പ്രൂഫ് തല്ലി പൊളിച്ച് കളഞ്ഞല്ലോ. എന്റെ ദൈവമേ, ഫ്രീ ആയിട്ട് ക്യാരക്ടർ കിട്ടിയതുപോലെ നമ്മളെ തന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണോ? പക്ഷെ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് എന്റർടൈൻമെന്റ് കിട്ടിയിരിക്കുകയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.